ക്ലാസ് മുറികളിൽ ആവർത്തിച്ച് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? ഇതാ, നിങ്ങൾക്കതിൻ്റെ പരിഹാരവുമായി ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ സംരംഭം നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നു. അതെ, ക്ലാസ് മുറികളിലെ പഠന ശ്രവ്യ അനുഭവം പുനഃസൃഷ്ടിച്ചുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും വ്യത്യസ്ത രീതിയിൽ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് അതിലെ പഠനാനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡിയർ സ്റ്റുഡൻസ്, ഐ ആം രാജേഷ് ഡേവ്. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി 1-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ അധ്യായത്തിന്റെ പേര് ഇതാണ്: റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളതാണ് ഹിസ്റ്ററി 1-ാമത്തെ അധ്യായത്തിന്റെ പേര്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ചില വരികൾ പ്രതിപാദിച്ചുകൊണ്ടാണ്. മലയാളികളായ നമുക്കേവർക്കും വളരെ സുപരിചിതമായ വരികളാണ് അവ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതും സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന വിപ്ലവങ്ങളെക്കുറിച്ചാണ്, റവല്യൂഷൻസിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ലോകത്ത് ധാരാളം വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ആ വിപ്ലവങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് നാം ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. പ്രധാനമായും 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ചൈനീസ് റവല്യൂഷൻ. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഈ 5 വിപ്ലവങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ലോകത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ധാരാളം വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. സം ആർ പീസ്ഫുൾ ആൻഡ് സം ആർ റവല്യൂഷൻസ്, അല്ലെങ്കിൽ ആംഡ് റവല്യൂഷൻസ്. ചിലതെല്ലാം വളരെ സമാധാനപൂർണമായിട്ടുള്ളതായിരുന്നു, മറ്റു ചിലതെല്ലാം സായുധ വിപ്ലവങ്ങളായിരുന്നു, അതായത് ആയുധമെടുത്തുള്ള വിപ്ലവങ്ങളായിരുന്നു. ഇവയെല്ലാം തന്നെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി, അതായത് നിലവിലുള്ള ഒരു സിസ്റ്റത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു സിസ്റ്റത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്ന സമരങ്ങളായതുകൊണ്ട്, കലാപങ്ങളായതുകൊണ്ട് ഇവയെ റവല്യൂഷൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് പറയുന്നു. വിപ്ലവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റം എന്നാണ്. നിലവിലുള്ള ഒരു വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്ന കലാപങ്ങളായതുകൊണ്ടാണ്, സമരങ്ങളായതുകൊണ്ടാണ് അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ വിപ്ലവങ്ങളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൽ 1-ാമത്തതാണ് റിനൈസൻസ്. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. 7-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒക്കെ നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. റിനൈസൻസ് ലോകത്തെ സ്വാധീനിച്ച ഈ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ എല്ലാം പിന്നിൽ ഈ നവോത്ഥാനമായിരുന്നു. ഈ നവോത്ഥാന കാലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? നമുക്ക് നോക്കാം. റിനൈസൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഈ നവോത്ഥാനത്തിന്റെ പ്രത്യേകതകളായിരുന്നു ഹ്യൂമാനിസം, സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, റാഷണാലിസം, മാനവികത, ശാസ്ത്ര അന്വേഷണം, അതുപോലെ തന്നെ അന്വേഷണ ത്വര, നെക്സ്റ്റ് യുക്തിചിന്ത, അല്ലെങ്കിൽ എന്താണ് റാഷണാലിസം. യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ യുക്തിപൂർവം, ബുദ്ധിപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് യുക്തിചിന്ത അല്ലെങ്കിൽ റാഷണാലിസം എന്ന് പറയുന്നത്. ഈ നവോത്ഥാന കാലഘട്ടത്തിന്റെ പിറവിയായിരുന്നു, അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ സന്തതിയായിരുന്നു എൻലൈറ്റൻമെന്റ്, അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന് പറയുന്നത്. നവോത്ഥാനത്തെ തുടർന്നു വന്ന ഒരു കാലഘട്ടമാണ് എൻലൈറ്റൻമെന്റ് പീരീഡ്, അല്ലെങ്കിൽ ജ്ഞാനോദയ കാലഘട്ടം എന്ന് പറയുന്നത്. 18th സെഞ്ചുറിയിലാണ് ജ്ഞാനോദയം രൂപം കൊള്ളുന്നത്. ജ്ഞാനോദയ കാലഘട്ടം എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ ആരംഭം. Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. ഈ കാലഘട്ടത്തിലെ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു ഫ്രീഡം, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, എക്വാളിറ്റി, സമത്വം, ആൻഡ് നാഷണാലിസം, ദേശീയത. അപ്പോ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഫലമായിരുന്നു, അതിന്റെ സന്തതിയായിരുന്നു 18ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയം. ജ്ഞാനോദയ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളായിരുന്നു
ചില ചിന്താഗതികളായിരുന്നു ഫ്രീഡം, ഡെമോക്രസി, ഇക്വാളിറ്റി ആൻഡ് നാഷണാലിസം. And it encouraged the people in different parts of the world to protest against the autocratic system prevailing then. അതുപോലെ ഈ ജ്ഞാനോദയ കാലഘട്ടം അന്ന് ലോകത്തിൽ നിലനിന്നിരുന്ന ആട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെ, ആട്ടോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യ വ്യവസ്ഥിതിക്കെതിരെ പ്രതികരിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. നോക്കൂ, നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചു. അതിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. അതിന്റെ റിസൾട്ട് ആയിരുന്നു ജ്ഞാനോദയ കാലഘട്ടം. ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു ഡെമോക്രസി, ഇക്വാളിറ്റി, ഫ്രീഡം ആൻഡ് നാഷണാലിസം. ഓക്കെ, ഇതിന്റെ ഫലമെന്ന് പറഞ്ഞാൽ ഈ ചിന്തകന്മാർ അന്നത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചു അന്നത്തെ ആട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരെ, ഏകാധിപത്യ വ്യവസ്ഥിതിക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രാപ്തരാക്കി. അതിന്റെ ഫലമായിട്ട് ലോകത്തെമ്പാടും നിരവധി വിപ്ലവങ്ങൾ നടന്നു, നിരവധി കലാപങ്ങൾ നടന്നു. അതിലേക്കാണ് നാം ഇനി പോകുന്നത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിൽ അമേരിക്കൻ കോളനികളിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു, ഒരു സ്ലോഗൻ ആയിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. ശക്തമായ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുദ്രാവാക്യം അമേരിക്കയിലെ ജനങ്ങൾ ഉയർത്തിയത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. From the 16th century onwards, the Europeans began to migrate to North America. 16ാം നൂറ്റാണ്ട് ആയപ്പോഴേക്ക് യൂറോപ്യന്മാർ നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നോർത്ത് അമേരിക്കയിലേക്ക്, വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ തുടങ്ങി. The major aim of the migration was to exploit the resources. ഇവരുടെ ഈ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ, റിസോഴ്സസ്, അവിടുത്തെ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. By the 18th century, England had established 13 colonies in the eastern coast of North America. 18ാം നൂറ്റാണ്ടായപ്പോൾ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 18ാം നൂറ്റാണ്ടായപ്പോൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികളുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ കോളനികളുടെ മാപ്പ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. 13 കോളനികളുടെ പേരുകളും അവിടെ എഴുതിയിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് as centers for collecting raw materials for their industry and as market for selling their products. ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നതും ബ്രിട്ടൻ എന്ന് പറയുന്നതും ഒന്നാണ്. ഇംഗ്ലണ്ടിന്റെ മറ്റൊരു പേരാണ് ബ്രിട്ടൻ. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. രണ്ടും ഒരു രാജ്യത്തിന്റെ പേരാണ്. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാലും ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും ബ്രിട്ടൻ എന്ന് പറഞ്ഞാലും ഒരു രാജ്യത്തിന്റെ പേരാണ്. ബ്രിട്ടൻ ഈ കോളനികളെ പ്രധാനമായും കണക്കാക്കിയിരുന്നത് സെന്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്, അതായത് അവരുടെ വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടും, അതോടൊപ്പം തന്നെ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതായത് അവർ നിർമ്മിച്ച അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള മാർക്കറ്റായിട്ടുമാണ് കണക്കാക്കിയിരുന്നത്. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. അപ്പോൾ അവർ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ ഈ കോളനിയെ സമീപിച്ചത്. ഒന്ന്, അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അതായത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ശേഖരിച്ചു കൊണ്ടുപോയ അസംസ്കൃത വസ്തുക്കൾ അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളാക്കിയിട്ട് അതിനെ തന്നെ തിരികെ ഈ കോളനികളിൽ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ ഇതിനൊരു മാർക്കറ്റായിട്ടും, അപ്പോൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള സെന്ററും അതുപോലെ പ്രോഡക്ട്സ് വിൽക്കുവാനുള്ള ഒരു കമ്പോളം, മാർക്കറ്റുമായിട്ടാണ് ഈ കോളനികളെ കരുതിയിരുന്നത്, അമേരിക്കൻ കോളനികളെ കരുതി പോകുന്നത്. ദിസ് പോളിസി implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. Okay, ബ്രിട്ടീഷുകാരായ ഈ കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി അമേരിക്കൻ കോളനിയിൽ നടപ്പാക്കിയ ഈ നയത്തെയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. എന്താണ് മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ പറയാം: The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products.
This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. ഇത്തരത്തിൽ ഇംഗ്ലീഷ് കച്ചവടക്കാർ അവരുടെ മദർലാൻഡായ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഈ നയത്തെയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ മെർക്കന്റിലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടൻ നടപ്പിലാക്കി. ആ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് വൺ, the goods to and from the colonies must be carried only in British ships or ships built in the British colonies. ഒന്നാമത്തെ നിയമം ഇതാണ്. കോളനികളിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളോ കോളനികളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളോ രണ്ടും ബ്രിട്ടന്റെ കപ്പലിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ പാടുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. അപ്പോൾ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ബ്രിട്ടനിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാനും ഇറക്കുമതി ചെയ്യുവാനും പാടുള്ളൂ. ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. സെക്കൻഡ് വൺ, ബ്രിട്ടീഷ് സ്റ്റാമ്പ് must be affixed on all the legal documents, newspapers, pamphlets, license, etc. ബ്രിട്ടീഷുകാരുടെ മുദ്ര എല്ലാ നിയമപരമായ രേഖകളിലും അതുപോലെ തന്നെ പാംപ്ലെറ്റ്സ് ലഘുലേഖകളിലും എല്ലാത്തിലും അവരുടെ മുദ്ര കൃത്യമായും പതിപ്പിച്ചിരിക്കണം. തേർഡ് വൺ, പ്രോഡക്ട്സ് of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. കോളനികളുടേതായ ചില ഉൽപ്പന്നങ്ങളുണ്ട്. അതായത് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ. ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര, വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളി, കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി, ടുബാക്കോ പുകയില. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മെർക്കന്റിലിസ്റ്റ് നിയമത്തിലെ മൂന്നാമത്തെ നിയമം. ഫോർത്ത് വൺ, colonies must provide food and quarters for the British troops which were maintained in the colonies. ഇനി ബ്രിട്ടന്റേതായ ഒരു സൈന്യത്തെ ഈ അമേരിക്കൻ കോളനിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഈ സൈന്യത്തിന് ആവശ്യമായ ചിലവുകൾ, അവരുടെ താമസം ഉൾപ്പെടെയുള്ള സർവ്വ കാര്യങ്ങളും ഈ കോളനിയിലെ ജനങ്ങൾ തന്നെ നിർവഹിക്കണം. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ടീയും ഗ്ലാസും പേപ്പറും പോലെയുള്ള ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. ഇത്തരത്തിൽ 5 നിയമങ്ങൾ ബ്രിട്ടൻ ഈ കോളനികളിൽ നടപ്പിലാക്കി. ഇതിനെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസ് അല്ലെങ്കിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ എല്ലാം പിന്നിൽ ചില ചിന്തകന്മാരും ചില ചിന്തകളും സ്വാധീനിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ അമേരിക്കൻ വിപ്ലവത്തിലും ചില ചിന്തകന്മാരുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ചിന്തകനാണ് ജോൺ ലോക്ക്. ജോൺ ലോക്ക് എന്ന് പറയുന്ന ചിന്തകന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു എവരിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, നോ ഗവൺമെന്റ്സ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. അതായത് എല്ലാ ജനങ്ങൾക്കും ചില മൗലിക അവകാശങ്ങളുണ്ട്. അത് ലംഘിക്കുവാൻ, അത് നിരാകരിക്കുവാൻ ഒരു ഗവൺമെന്റുകൾക്കും അവകാശമില്ല. ഇത് പറഞ്ഞത് ജോൺ ലോക്കാണ്. അതുപോലെ തോമസ് പെയിൻ പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. There is something absurd in supposing a continent be perpetually governed by a foreign power. അതായത് ഏതെങ്കിലും ഒരു വൻകര ഒരു വിദേശ ശക്തിക്ക് കീഴടങ്ങിയിരിക്കണമെന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിരവധി ആശയങ്ങളും ചിന്തകളും ഈ അമേരിക്കൻ വിപ്ലവത്തിന്റെ സ്വാധീനിച്ചു. വൻകര ഒന്നാകെ അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റ് ഒന്നാകെ ഈ ബ്രിട്ടന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. നമ്മൾ 1774 ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ബ്രിട്ടന്റെ നയങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോളനി, അതായത് ജോർജിയ എന്ന് പറയുന്ന ഒരു കോളനിയിൽ ഒഴികെയുള്ള മറ്റ് 12 കോളനികളിലെ പ്രതിനിധികളും 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ സംഭവത്തെ അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
1774 നടന്ന ഈ സംഭവത്തെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു. Subsequently, people of the colony submitted a petition to the King of England. ഈ സമ്മേളനത്തെ തുടർന്ന് ഈ കോളനിയിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പരാതി സമർപ്പിച്ചു. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അതായത് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വ്യവസായങ്ങളുടെയും കച്ചവടങ്ങളുടെയും മേൽ ചുമത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളെ എടുത്തു കളയുകയും ജനങ്ങളുടെ അനുമതിയില്ലാതെ നികുതി പിരിക്കാൻ പാടില്ല എന്നുള്ളതുമായിരുന്നു അവരുടെ പരാതിയിലെ ആവശ്യം. ബട്ട് ദ കിങ് സെന്റ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. എന്നാൽ രാജാവ് ചെയ്തത് എന്തായിരുന്നു? ഇവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. സൈന്യത്തെ അയച്ചു. അങ്ങനെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചേർന്നു. The Second Continental Congress, held at Philadelphia in 1775, elected George Washington as the commander-in-chief of the Continental Army. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. അതും ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് കോളനികളുടെ സംയുക്ത സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായിട്ട്, സൈനിക തലവനായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുത്തു. ഡ്യൂറിംഗ് ദിസ് ടൈം, through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. അപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു 1775. അതിൽ വെച്ച് ജോർജ് വാഷിംഗ്ടണിനെ സംയുക്ത അമേരിക്കൻ കോളനികളുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് തെരഞ്ഞെടുത്തു. തുടർന്ന് 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അതുപോലെ തോമസ് ജെഫേഴ്സണും ചേർന്നായിരുന്നു ഈ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് all are equal, എല്ലാവരും തുല്യരാണ്. everyone has certain rights, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി ജനങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പ്രധാനമായും പറയുന്നത്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 1776 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി തുടങ്ങിയ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് 1781 1871 അവസാനിച്ചു. According to the Treaty of Paris in 1783, England ratified the freedom of the 13 colonies. 1783 പാരീസ് ട്രീറ്റി അനുസരിച്ച് ഇംഗ്ലണ്ട് ഈ 13 കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണഘടനാ നിർമ്മാണ സമിതി അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിച്ചു. ജോർജ് വാഷിംഗ്ടൺ became the first president of United States of America. അങ്ങനെ ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ഒന്നാമത്തെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതാണ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, 1781 എൻഡ് ഓഫ് വാർ, രണ്ട് അതായത് അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു 1781. 1783 അമേരിക്ക പാരീസ് ട്രീറ്റിയാണ്. 1783 പാരീസ് ട്രീറ്റി അനുസരിച്ച് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നു. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുന്നു. ഇത്രയുമാണ് അമേരിക്കൻ റവല്യൂഷൻ വരുന്നത്. The American War of Independence greatly influenced the later history of the world. പിന്നീടുള്ള ലോക ചരിത്രത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഈ അമേരിക്കൻ വിപ്ലവം. എങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഒന്നാമതായി, gave direction and motivation to the later freedom struggles and revolutions all over the world.
ലോകം മൊത്തമുണ്ടായ പിന്നീടുള്ള വിപ്ലവങ്ങൾക്കെല്ലാം ഒരു പ്രചോദന ശക്തിയായി ഈ അമേരിക്കൻ വിപ്ലവം മാറി. രണ്ടാമതായി, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആൻഡ് തേർഡ് വൺ, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായിരുന്നു അമേരിക്കയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റു പല രാജ്യങ്ങൾക്കും ഭരണഘടന രൂപീകരിക്കുന്നതിന് ഈ അമേരിക്കൻ ഭരണഘടന ഒരു കാരണമായി തീർന്നു. ആൻഡ് ഫോർത്ത് വൺ, കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുവേർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. അതായത് കേന്ദ്ര ഭരണത്തിൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിന് ഇത് രൂപം കൊടുത്തു, അല്ലെങ്കിൽ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിന് കാരണമായി. അതായത് ഞാൻ അതിന് ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു തരാം. അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് ഭരണം പങ്കുവയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിന് ഇത് തുടക്കം കുറിച്ചു എന്നാണ്. നോക്കൂ, ഇന്ത്യയിൽ ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും അധികാരമുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്രമായിരിക്കും. ഇതേപോലെ ഒരു സിസ്റ്റം എവിടെയുമുണ്ട്, അമേരിക്കയിലുമുണ്ട്. അപ്പോൾ ഈ ഒരു ഫോം ഓഫ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ ഒരു ഭരണ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നതും അമേരിക്കൻ വിപ്ലവത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ 4 പോയിന്റ്സ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഒന്ന്, ഗവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ആൾ ഓവർ ദ വേൾഡ്. 2, put forward the concept of republican form of government, prepared the first written constitution, contributed to the concept of federal system that ensured freedom and authority of state in the union. അതായത് മലയാളം മീഡിയംകാർക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക 4 പോയിന്റ്സും പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. രണ്ടാമത് പറഞ്ഞതാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. മൂന്നാമത് പറഞ്ഞത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് ഈ അമേരിക്കയിലാണ്. നാലാമത് പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ഇതാണ് അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. നെക്സ്റ്റ് നമുക്കിനി ഫ്രഞ്ച് റവല്യൂഷനിലേക്കാണ് പോകേണ്ടത്. ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. നിങ്ങളുടെ പുസ്തകത്തിൽ അവിടെ ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. അത് പറഞ്ഞത് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന ലൂയി 14, ലൂയി 14. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ആഫ്റ്റർ മീ ദ ഡെല്യൂജ്, എനിക്ക് ശേഷം പ്രളയം. അത് പറഞ്ഞത് ഫ്രാൻസിലെ മറ്റൊരു ചക്രവർത്തിയായ ലൂയിസ് 15, ലൂയി 15. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്: ഇഫ് ദേ കാൺ ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. നിങ്ങൾക്ക് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ നിങ്ങൾ കേക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞത് അന്നത്തെ രാജ്ഞിയായിരുന്ന മേരി അന്റോയിനറ്റ്. ഇത് 3 ഫ്രാൻസിലെ 3 ഭരണാധികാരികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ എനിക്ക് ശേഷം പ്രളയമെന്ന് ഒരാൾ പറയുന്നു, ഒരാൾ പറയുന്നു ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നു. ഒരാൾ ബ്രെഡ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലൂടെ വന്ന ജനക്കൂട്ടത്തോട് വിളിച്ച് പറയാണ് നിങ്ങൾക്ക് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ നിങ്ങൾ കേക്ക് കഴിച്ചോളൂ, അതായത് കഞ്ഞി കുടിക്കാനില്ലെങ്കിൽ നിങ്ങൾ മുട്ട കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഭരണാധികാരികളെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദർ ഓട്ടോക്രാറ്റിക് റൂൾ. അവരെല്ലാം ഏകാധിപതികളായ ഭരണാധികാരികളായിരുന്നു. ഇവരുടെ ഭരണം ഏകാധിപത്യ ഭരണമായിരുന്നു, ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു. മറ്റൊന്നെന്താണ്? ദീസ് റൂളേഴ്സ് വെയർ സ്കോണ്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ഭരണാധികാരികളെല്ലാം ധൂർത്തന്മാരായിരുന്നു. അപ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരികളുടെ അവസ്ഥ ഇതായിരുന്നു. അതുപോലെ ഈ ഫ്രാൻസിലെ ഭരണാധികാരികളുടെ ഭരണത്തെ കുറിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്: ഇൻ ഫ്രാൻസ് 9 tons ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1 ton ഓഫ് ഇൻഡൈജഷൻ. അതായത് ഫ്രാൻസിലെ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ഒരാൾ മരിക്കുന്നത് ഇൻഡൈജഷൻ, അതായത് അജീർണം ബാധിച്ച് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദഹിക്കാതെ. അതായത് ഇത് അവിടുത്തെ ഭരണാധികാരികളുടെ ആഡംബരത്തെയും ധൂർത്തിനെയും കാണിക്കുന്നതാണ്. ഫ്രാൻസിലെ സമൂഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രാൻസിലെ സമൂഹത്തെ തിരിച്ചിരുന്നു. ഫ്രഞ്ച് സൊസൈറ്റിയെ സൂചിപ്പിക്കുന്ന, ആ സമൂഹത്തിന്റെ പ്രത്യേകതയെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് സൊസൈറ്റി, അതിലെ ഫസ്റ്റ് എസ്റ്റേറ്റിൽ, അതായത് 1ാം എസ്റ്റേറ്റിൽ പെടുന്നത് ആരാണെന്ന് നോക്കുക? ക്ലർജി. 1ാം എസ്റ്റേറ്റിൽ വരുന്നത് ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി,
രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത് ദ മിഡിൽ ക്ലാസ്, ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് തേർഡ് എസ്റ്റേറ്റിലാണ്, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, വക്കീലന്മാർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കേഴ്സ് ഇവരെല്ലാം വരുന്നതാണ്. അതോടൊപ്പം ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ഇങ്ങനെ വരുന്ന മെജോറിറ്റി വരുന്ന ആൾക്കാർ ഉൾപ്പെടുന്നതാണ് തേർഡ് എസ്റ്റേറ്റ്. നോക്കാം, ഒന്നാം എസ്റ്റേറ്റായ പുരോഹിത വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവർ വിശാലമായ ഭൂമി കൈവശം വെച്ചിരുന്നു. കളക്റ്റഡ് ദ ടാക്സ് കാൾഡ് ടിദേ ഫ്രം ഫാമേഴ്സ്, ഫാമേഴ്സിൽ നിന്നും ടിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു. അതുപോലെ ഇവരെ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ദേ exempted from all taxes, എല്ലാ നികുതിയിൽ നിന്നും അവരെ ഒഴിവാക്കിയിരുന്നു. കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, ഭരണതലത്തിലും സൈനിക തലത്തിലുമുള്ള ഉയർന്ന ഉദ്യോഗങ്ങൾ അവർ കൈയാളിയിരുന്നു. ദെൻ സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് നൊബിലിറ്റി, അതായത് പ്രഭുക്കന്മാർ. അവരുടെ പ്രത്യേകത നോക്കാം. ദേ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, അവർ മിലിറ്ററി സർവീസിൽ എൻഗേജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ മിലിറ്ററി സർവീസ് പ്രധാനമായും നൊബിലിറ്റിക്കാണ്. ആൻഡ് കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്, കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി നികുതി പിരിച്ചിരുന്നു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്, അതായത് കർഷകരെ കൊണ്ട് കൂലി കൊടുക്കാതെ ഇവർ തൊഴിൽ ചെയ്യിപ്പിച്ചിരുന്നു. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിരുന്നു. എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്, നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ദേ ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, വളരെ ആഡംബരപൂർണ്ണമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്സ്, വിശാലമായ ഭൂമി അവർ കൈവശം വെച്ചിരുന്നു. ഇനി പാവപ്പെട്ട മൂന്നാം എസ്റ്റേറ്റുകളുടെ അവസ്ഥ നോക്കൂ. ദേ ഹാഡ് നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് ഭരണത്തിൽ പങ്കില്ലായിരുന്നു. പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയിംലി ടെലി ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിന് ലാൻഡ് ടാക്സ് നൽകണമായിരുന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, വളരെ കുറഞ്ഞ സാമൂഹിക പദവിയാണ് അവർക്കുണ്ടായിരുന്നത്. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, ക്ലർജീസിനും നോബിൾസിനും അവർ ടാക്സ് നൽകണമായിരുന്നു. ഇതായിരുന്നു ഫ്രാൻസിലെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതായിരുന്നു ഫ്രാൻസിലെ പൊതുവായുള്ള ഒരു അവസ്ഥ, ഫ്രാൻസിലെ സമൂഹത്തിന്റെ അവസ്ഥ. നോക്കിക്കോളൂ, എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു. ചില ആ സൊസൈറ്റിയിലെ സമൂഹത്തിലെ വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രം സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ചപ്പോൾ അവിടെ വരുന്ന മെജോറിറ്റി വരുന്ന ജനങ്ങളും വളരെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്നു. അവർ പട്ടിണി കൊണ്ട് മരണപ്പെട്ടിരുന്നു. ഇതായിരുന്നു ഫ്രാൻസിലെ പൊതുവായ സാമൂഹിക അവസ്ഥ. ഇതിൽ നിന്നും അവരെ പ്രചോദിപ്പിക്കുന്ന, ഇതിൽ നിന്ന് പുറത്തു വരുന്നതിന് അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവരെ ചിന്തിപ്പിക്കുന്നതിന് അന്നത്തെ ചില ചിന്തകന്മാരുടെ രചനകൾ സഹായകമായി. അത്തരത്തിൽ ചില ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാം. അവരുടെ വാക്കുകൾ നമുക്ക്, അവരുടെ പ്രസ്താവന, അവരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വോൾട്ടയർ, അതായത് ദ പ്രോഫറ്റ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന 3 പേരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അതിൽ വോൾട്ടയർ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമാനിസം, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമത്തെ ചിന്തകനാണ് റൂസോ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. Spelled out the importance of freedom with the statement, man is born free but everywhere he is in chains. അദ്ദേഹം പറഞ്ഞതാണ്, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ വെളിവാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയായിരുന്നു. ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ, അതുപോലെ അദ്ദേഹം പ്രഖ്യാപിച്ചു ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ ചിന്തകനാണ് മോണ്ടസ്ക്യൂ. എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്, അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഗവൺമെന്റിന്റെ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഡിവൈഡ് ചെയ്യണം 3ആയിട്ട്, നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണമെന്നും നീതിന്യായമെന്നും. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് അദ്ദേഹം വാദിച്ചു. ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലീഡ്, മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. The luxurious life and squander of the Bourbon kings, clergy and lords and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. അതായത് ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും
തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അതോടൊപ്പം തന്നെ അമേരിക്കൻ വിപ്ലവം നടക്കുമ്പോൾ അമേരിക്കൻ കോളനികൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ മിലിറ്ററി സപ്പോർട്ട് നൽകിയത് അവരുടെ സാമ്പത്തിക നിലവാരത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തി. To levy new taxes upon commoners, Louis XVI summoned the States General, the legislative assembly of the representatives from all the three estates in 1789. 1789 സാധാരണക്കാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് വേണ്ടിയിട്ട് 3 എസ്റ്റേറ്റുകളുടെയും പ്രതിനിധികളെ ലൂയി 16 വിളിച്ചു ചേർത്തു. 1789. Similar to the French society, the States General also had 3 estates. ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ ഈ ഫ്രാൻസിലെ പാർലമെന്റിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. അതായത് പരമ്പരാഗതമായി അവർ ചെയ്തു കൊണ്ടുവന്നിരുന്നത് എന്തായിരുന്നു? ഓരോ എസ്റ്റേറ്റിനെ ഒരു ഗ്രൂപ്പായി കണക്കാക്കുകയും ഒരു എസ്റ്റേറ്റിന് 1 വോട്ട് എന്ന നിലയിലാണ് അവർ ചെയ്തിരുന്നത്. As a result, the nobility and clergy could always overrule the third estate. അപ്പോൾ ഒരു എസ്റ്റേറ്റിന് 1 വോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർ ഒരുമിക്കുകയും അവർ 3-ാം എസ്റ്റേറ്റുകാരുടെ മേൽ ആധിപത്യം നേടുകയുമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. While the third estate demanded individual vote for each member of all the 3 estates. അപ്പോൾ 3-ാം എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടതായിരുന്നു ഓരോ അംഗത്തിനും 1 വോട്ട് എന്ന നിലയിൽ വോട്ടിംഗ് സമ്പ്രദായം മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഫ്രാൻസിലെ ഓരോ എസ്റ്റേറ്റിലെയും അംഗസംഖ്യ നോക്കുക. ദ ഫസ്റ്റ് എസ്റ്റേറ്റ് 285. 1-ാമത്തെ എസ്റ്റേറ്റിൽ 285 അംഗങ്ങൾ. ദ സെക്കൻഡ് എസ്റ്റേറ്റ് 308. 2-ാം എസ്റ്റേറ്റിൽ 308 അംഗങ്ങൾ. ആൻഡ് തേർഡ് എസ്റ്റേറ്റ് 621, അതായത് 621. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് 3-ാമത്തെ എസ്റ്റേറ്റിലാണ്. ആദ്യത്തെ 2 എസ്റ്റേറ്റിലെ അംഗങ്ങൾ കൂടി ചേർന്നാലും 3-ാമത്തെ എസ്റ്റേറ്റിലെ അത്രയും അംഗം വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് 1 വോട്ട് എന്ന സമ്പ്രദായം വരികയാണെങ്കിൽ ഈ മറ്റ് 2 എസ്റ്റേറ്റിന്റെ മേൽ സാധാരണ 3-ാം എസ്റ്റേറ്റിന് അല്ലെങ്കിൽ കോമണേഴ്സിന് ആധിപത്യം നേടിയെടുക്കുവാൻ സാധിക്കും. While the arguments went on, the members of the third estate declared themselves as the National Assembly of France. ഈ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3-ാം എസ്റ്റേറ്റുകാർ തങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. അങ്ങനെ ഇവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന നിലവിൽ വരുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് നോൺ ആസ് ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് ഈ സംഭവത്തെ അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ മേജർ ഈവൻസ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 14th July 1789, 1789 ജൂലൈ 14. Revolutionaries stormed with the slogan Liberty, Equality and Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. 1789 ജൂലൈ 14 ബൂർബൻ അരാജകത്വത്തിന്റെ അല്ലെങ്കിൽ ബൂർബൻ രാജവംശത്തിന്റെ അവരുടെ ഭരണത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റൈൽ പ്രിസണിനെ ഈ കലാപകാരികൾ, വിപ്ലവകാരികൾ ഡിമോളിഷ് ചെയ്തു, തകർത്തു. അവർ ഉയർത്തിയ മുദ്രാവാക്യം ഇതായിരുന്നു: ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബാസ്റ്റൈൽ ജയിലിനെ വിപ്ലവകാരികൾ തകർത്തു. ദിസ് ഈവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഈ സംഭവത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രഖ്യാപനമായിട്ട് അറിയപ്പെടുന്നു. 12th August 1789, 1789 ഓഗസ്റ്റ് 12, the National Assembly passed the Declaration of the Rights of Man and of the Citizen. നോക്കിക്കോളൂ, 1789 ഓഗസ്റ്റ് 12 നാഷണൽ അസംബ്ലി ഒരു ഡിക്ലറേഷൻ പാസാക്കി. അതായത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ
അതായത് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പിലാക്കി. ഒക്ടോബർ 1789, 1789 ഒക്ടോബർ, thousands of women marched from Paris to the palace of Versailles with the slogan "Give us bread." ഭക്ഷണം വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് വനിതകൾ, സ്ത്രീകൾ വേഴ്സൈൽസ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. 1792, 1792 സെപ്റ്റംബർ, the National Convention formed as per the new constitution proclaimed France as a republic. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറി. ബാസ്റ്റൈൽ ജയിൽ തകർത്തുകൊണ്ട് ഫ്രാൻസിലെ വിപ്ലവകാരികൾ തുടങ്ങിയ ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിലാണ് അവസാനിച്ചത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിനെ അറിയപ്പെടുന്നത് തന്നെ മദർ ഓഫ് റവല്യൂഷൻസ് എന്നാണ്, വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിന് ഫ്രഞ്ച് വിപ്ലവം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. ഈ വിപ്ലവം ലോകരാജ്യങ്ങളിൽ പിന്നീട് നടന്ന വിപ്ലവങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. അത് എങ്ങനെയൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റിമുലേറ്റഡ് ആൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ പിന്നീട് നടന്ന വിപ്ലവങ്ങളെയെല്ലാം ഇത് സ്റ്റിമുലേറ്റ് ചെയ്തു, പ്രചോദിപ്പിച്ചു. എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രട്ടൺഡ് ദ ഓട്ടോക്രാറ്റിക് റൂൾസ്. യൂറോപ്പിലെ ഫ്യൂഡൽ ഭരണത്തിന് അവസാനം കുറിക്കുന്നതിന് കാരണമായി. ആൻഡ് ത്രട്ടൺഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ഏകാധിപത്യത്തിന് അവസാനം കുറിച്ചു. പ്രൊക്ലൈംഡ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. അതുപോലെ ഒരു പ്രഖ്യാപനം, ഫ്രഞ്ച് വിപ്ലവം നടത്തിയ പ്രഖ്യാപനമാണ് നാഷൻ, രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ അല്ല, ഒരു പ്രദേശമല്ല, പിന്നെ എന്താണ്, ബട്ട് ദ പീപ്പിൾ, അത് ജനങ്ങളാണ്. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവേണിറ്റി. ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം സംഭാവന ചെയ്തു. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണാലിസം. ദേശീയതയുടെ രൂപീകരണത്തിന് കാരണമായി. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം സ്പ്രെഡ് ചെയ്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ചത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ചു. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്ക്, നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. The French who revolted for noble aims had to survive under the autocratic rule of Napoleon Bonaparte from a short period. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനത കുറച്ചു കാലത്തേക്ക് നെപ്പോളിയൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഏകാധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടതായി വന്നു. നെപ്പോളിയൻ played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. ഈ post-revolution period, അതായത് വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിനെതിരെ ഇംഗ്ലണ്ട് നടത്തിയ സഖ്യങ്ങളെല്ലാം ചെറുക്കുന്നതിന്, അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ, നെപ്പോളിയന്റെ കീഴിൽ ഫ്രാൻസിന് കഴിഞ്ഞു. He seized the power in France in 1799. അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പൂർണ്ണമായും 1799 പിടിച്ചെടുത്തു. ഈ ഫ്രാൻസിന് ചില സംഭാവനകൾ നെപ്പോളിയന് ചെയ്യാൻ കഴിഞ്ഞു. ഫ്രാൻസിന് ചില നേട്ടങ്ങൾ നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നെപ്പോളിയൻ ഫ്രാൻസിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ, റീഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നെപ്പോളിയൻ ഇത്തരം പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് പ്രചോദനമായത്. അപ്പോൾ അത്തരത്തിൽ നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. നെപ്പോളിയൻ വരുത്തിയ ഒരു ഭരണപരിഷ്കാരമാണ് കർഷകരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. രണ്ടാമതായിട്ട്, ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. അതായത് പൊതു കടം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു. തേർഡ് വൺ, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി റോഡുകൾ അദ്ദേഹം പണികഴിപ്പിച്ചു. ആൻഡ് ഫോർത്ത് വൺ, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. അതായത് ക്ലർജിയുടെ മേൽ, നേരത്തെ പറഞ്ഞ പുരോഹിത വർഗത്തിന്റെ മേൽ രാഷ്ട്രത്തിന് നിയന്ത്രണം കൊണ്ടുവന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ, എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. അതായത് സാമ്പത്തികം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ബാങ്ക് രൂപീകരിച്ചു. ആൻഡ് സിക്സ് വൺ,
prepared a new code of law by codifying the existing laws. നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംഹിതയും അദ്ദേഹം ഫ്രാൻസിന് സംഭാവന ചെയ്തു. നെപ്പോളിയന്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങളായിരുന്നു ഇവ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റീഫോംസ് ആയിരുന്നു ഈ പറഞ്ഞ 6 കാര്യങ്ങൾ. അപ്പോൾ നെപ്പോളിയൻ വരുത്തിയ ഈ റീഫോംസ് നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട 6 പോയിന്റ്സ് ആണ് ഇത്രയും. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കുകൾ ഇപ്പോൾ കവർ ചെയ്തു. ഒന്നാമത്തത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാമത്തത് ഫ്രഞ്ച് റവല്യൂഷൻ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്, തെക്കേ അമേരിക്കൻ വിപ്ലവങ്ങൾ. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ പാബ്ലോ നെരൂദയുടെ ഒരു കോട്ടിങ്സുമായിട്ടാണ് ഈ ടോപ്പിക്ക് തുടങ്ങുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് കൊണ്ട്, അബണ്ടൻസ് ഓഫ് റിസോഴ്സ്, അതായത് വിഭവങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു ലാറ്റിൻ അമേരിക്ക. സ്വർണം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമായ പ്രദേശമായിരുന്നു ലാറ്റിൻ അമേരിക്ക. ആ സമ്പന്നതയെക്കുറിച്ച് അദ്ദേഹം പാബ്ലോ നെരൂദ പറയുന്നുണ്ട്. അതുപോലെ കൾട്ടിവേറ്റഡ് മൈസ്, ചോളം കൃഷി ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ റെയ്ഡ് ഷീപ്സ്, അതായത് ചെമ്മരിയാടിനെ വളർത്തിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ അക്വയർഡ് വെൽത്ത് ത്രൂ ട്രേഡ്, അവർ ട്രേഡിലൂടെ വളരെ സമ്പത്ത് നേടിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് പാബ്ലോ നെരൂദ ആ ലാറ്റിൻ അമേരിക്കയുടെ പൊതുവായിട്ടുള്ള ലാറ്റിൻ അമേരിക്കയുടെ സമ്പന്നതയെ കുറിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഈ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ പാഠഭാഗത്തിലേക്ക് പോകാം. പ്രധാനമായും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയിരുന്നത് 2 രാജ്യങ്ങളാണ്, സ്പെയിനും പോർച്ചുഗലും. സ്പെയിനും പോർച്ചുഗലുമാണ് ആദ്യമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ എത്തിപ്പെടുന്ന 2 വിദേശ ശക്തികൾ. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനൈസ്ഡ് ദ ലാറ്റിൻ അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ദിസ് എക്കണോമിക് റിച്ച്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയുടെ സമ്പന്നതയെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയ 2 രാജ്യങ്ങളായിരുന്നു സ്പെയിനും പോർച്ചുഗലും. The Spanish and Portuguese propagated their language, religions and customs. പോർച്ചുഗീസുകാരും സ്പെയിൻകാരും അവരുടെ ഭാഷയും അവരുടെ മതവും അവരുടെ സംസ്കാരവും ലാറ്റിൻ അമേരിക്കയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു, പ്രചരിപ്പിച്ചു. They built houses and churches in Spanish style. Several schools were established for imparting Spanish system of education. അവരുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ, സ്പെയിൻകാരുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടേതായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, അവരുടേതായ രീതിയിലുള്ള ചർച്ചസ് ഒക്കെ അവിടെ, പള്ളികൾ ഒക്കെ അവർ സ്പെയിനിൽ പണി കഴിപ്പിച്ചു. മാത്രമല്ല ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അവരുടെ കൃഷി രീതികളും അവരുടെ ക്രോപ്സും അവരുടെ അവരുടെ വിളകളും അവിടെ അവർ പ്രചാരത്തിൽ കൊണ്ടുവന്നു. ലാറ്റിൻ അമേരിക്കയിൽ, തെക്കേ അമേരിക്കയിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നു. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കൻസ്. അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ യൂറോപ്യന്മാരുടെ പുതിയ അസുഖങ്ങൾ, അവരുടെ അസുഖങ്ങളും അവരുടെ പകർച്ചവ്യാധികൾ ലാറ്റിൻ അമേരിക്കയിൽ പടർന്നു. റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് എൻഫോഴ്സ്ഡ് ടുവേഴ്സ് ദ നാറ്റീവ്സ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ അവിടെയുള്ള തദ്ദേശവാസികളുടെ മേൽ ഇവർ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരുന്നു, അതായത് വർണ്ണവിവേചനം കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വാർത്തയാണ് അമേരിക്കയിൽ നടക്കുന്ന വർണ്ണ വിദ്വേഷത്തിനെതിരെ, വെറിയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വർണ്ണ വിവേചനം അവിടെയുള്ള ജനങ്ങളോട്, തദ്ദേശീയവാസികളോട് ഈ യൂറോപ്യന്മാർ കാണിച്ചിരുന്നു. They looted the resources and wealth of the Latin American people. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്ത് അവർ കൊള്ളയടിച്ചു. ലൂട്ടഡ്, അവർ കൊള്ളയടിച്ചു, അവരുടെ വിഭവങ്ങളെ കൊള്ളയടിച്ചു. The revolutions led by Jose de San Martin, Francisco Miranda and Simon Bolivar etc. led the Latin American countries to be independent. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നു, നേതാക്കന്മാരായിരുന്നു ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ എന്നിവർ. ഇവരുടെ നേതൃത്വത്തിന് കീഴിൽ ലാറ്റിൻ അമേരിക്ക ക്രമേണ യൂറോപ്യൻ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. അപ്പോൾ പ്രധാനമായും ആധിപത്യം പുലർത്തിയത് 2 യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങളായിരുന്നു സ്പെയിനും പോർച്ചുഗലും. സ്പെയിനും പോർച്ചുഗലും അവിടെ ചെയ്ത് അവരുടെ സംസ്കാരത്തെ അവിടെ അടിച്ചേൽപ്പിച്ചു, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അടിച്ചേൽപ്പിച്ചു, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിച്ചേൽപ്പിച്ചു, അവരുടെ കാർഷിക രീതി അല്ലെങ്കിൽ അവരുടെ
കൾട്ടിവേറ്റിംഗ് മെത്തേഡ്, അവരുടെ കൃഷി രീതികൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അവരുടെ ക്രോപ്സ്, അവരുടെ വിളകൾ അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നതിലുപരി അവരുടെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ കൂടി സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പെയിൻകാരും അതുപോലെ തന്നെ പോർച്ചുഗീലുകാരും ശ്രമിച്ചു, അല്ലെങ്കിൽ യൂറോപ്യന്മാർ ശ്രമിച്ചു. ഇതിനെതിരെ അവർ ഒന്നിക്കുകയും 3 നേതാക്കന്മാർ അവർക്ക് ഈ യൂറോപ്യന്മാർക്കെതിരെയുള്ള വിപ്ലവത്തിന്, യൂറോപ്യന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി അവരെ പ്രചോദിപ്പിച്ച 3 നേതാക്കന്മാരായിരുന്നു ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ. ഇവരുടെ നേതൃത്വത്തിലാണ് തെക്കേ അമേരിക്ക യൂറോപ്യന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ചാണ്. റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം. ലോകത്ത് ആദ്യമായി ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് കാരണമായ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരനായ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗം പ്രതിപാദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ നോവലിനകത്ത് അദ്ദേഹം പ്രതിപാദിക്കുന്നത് അന്നത്തെ റഷ്യയിലെ ജനങ്ങളുടെ ദുരവസ്ഥയെ വെളിവാക്കുന്ന, ദുരവസ്ഥയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നോവലായിരുന്നു ഈ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവൽ. അതിലെ ഒരു പ്രത്യേക ഭാഗമാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യം ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. അതിനകത്ത് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ? What were the demands of the workers? Abolish the private property system. അവർ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതായിരുന്നു, അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, അതായത് സ്വകാര്യ സ്വത്ത് സമ്പ്രദായം നിർത്തലാക്കുക. മറ്റൊന്ന്, എവരി വൺ ഹാസ് ടു വർക്ക്, എല്ലാവർക്കും തൊഴിൽ നൽകുക തുടങ്ങിയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഈ തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. ഇത് തന്നെയായിരുന്നു റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളും. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദം ടു ഡിമാൻഡ് സോ? ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. റഷ്യയിലെ അന്നത്തെ ഒരു സാഹചര്യം, സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയായിരുന്നു നോക്കാം. ഫസ്റ്റ് വൺ, farmers and factory workers in Russia led a tragic life under the autocracy of the Tsarist emperors who ruled Russia. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും വളരെ ദയനീയമായ ജീവിതമാണ് നയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സെക്കൻഡ് വൺ, the low agricultural production affected the farmers' income. Moreover, the landless farmers had to pay huge tax. കുറഞ്ഞ കാർഷിക വരുമാനം, അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്ന വളരെ താണ വരുമാനം കർഷകരുടെ ജീവിതം വളരെ ദുരിതമയമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തമായി കൃഷിഭൂമിയും ഉണ്ടായിരുന്നില്ല. ഈ സ്വന്തമായി കൃഷിഭൂമി ഇല്ലാതിരുന്ന കർഷകർ വലിയ രീതിയിൽ, അല്ലെങ്കിൽ വലിയ തോതിൽ ഹ്യൂജ് ടാക്സ്, അമിതമായ നികുതി നൽകണമായിരുന്നു. ആൻഡ് തേർഡ് വൺ, though Russia was rich in natural resources, their industrial production was meagre. It was the foreigners who controlled the majority of the industries that existed there. റഷ്യ വളരെ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ റഷ്യയിലെ വ്യവസായങ്ങൾ വളരെ കുറവായിരുന്നു. റഷ്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപ്പന്നം വളരെ കുറവായിരുന്നു. ഉണ്ടായിരുന്നത് തന്നെ കൺട്രോൾ ചെയ്തിരുന്നത് വിദേശ ശക്തികളുമായിരുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിരുന്നു റഷ്യയിലെ വ്യവസായങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഇതായിരുന്നു റഷ്യയിലെ പൊതുവായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെയാണ് അവിടുത്തെ തൊഴിലാളികൾ പ്രതികരിച്ചത്. ദ റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് and Anton Chekhov depicted the plight of the workers and farmers in their works. അന്നത്തെ റഷ്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നു മാക്സിം ഗോർക്കി, അതുപോലെ ലിയോ ടോൾസ്റ്റോയ്, ഇയാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയവർ. ഇവരുടെയൊക്കെ എഴുത്തുകളിൽ അന്നത്തെ തൊഴിലാളികളുടെ ദുരവസ്ഥയെ അവർ പ്രതിപാദിച്ചിരുന്നു. The Marxist ideologies formulated by Karl Marx and Frederick Engels stirred the workers. കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് എംഗൽസിന്റെയും ആശയങ്ങൾ അന്നത്തെ തൊഴിലാളികളെ പ്രചോദിപ്പിച്ചിരുന്നു. They called for establishing the supremacy of the workers instead of that by the capitalist. അവർ മുതലാളിമാരുടെ സ്ഥാനത്ത് തൊഴിലാളികൾ വരണമെന്നും തൊഴിലാളികൾക്ക് പ്രാധാന്യം ഉണ്ടാകണമെന്നും ഇവർ രണ്ടുപേരും വാദിച്ചു. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും വാദിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്
ആദ്യമായിട്ട് അവിടെ ഒരു തൊഴിലാളി പ്രസ്ഥാനം റഷ്യയിൽ രൂപം കൊള്ളുന്നു. അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. മാർക്സിസ്റ്റ് ആശയത്തിൽ ഊന്നി രൂപം കൊണ്ട ഒരു പാർട്ടിയായിരുന്നു ഇത്. പിന്നീട് ഈ പാർട്ടി രണ്ടായിട്ട് വിഭജിക്കുന്നത് ബോൾഷെവിക്കുകളെന്നും മെൻഷെവിക്കുകളെന്നും രണ്ടായിട്ട് വിഭജിക്കുന്നു. ലെനിനും ട്രോസ്കിയുമായിരുന്നു ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത്. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെറൻസ്കിയും ആയിരുന്നു. ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേഴ്സ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. അതിന്റെ പ്രതിസന്ധി ഏറ്റവും മൂർധന്യതയിലെത്തുന്ന 1905 റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കുഞ്ഞു രാജ്യമായ ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തുന്നതോടുകൂടി, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തെ വളരെ ഒരു കുഞ്ഞു രാജ്യമായ ജപ്പാൻ പരാജയപ്പെടുത്തുന്നതോടുകൂടിയാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. അത് 1905 റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 9th January 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. സാമ്പത്തിക പരിഷ്കാരവും രാഷ്ട്രീയ അവകാശവും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പെട്രോഗ്രാഡിൽ സംഘടിച്ചു 1905 ജനുവരി 9. ദ മാർച്ച് വാസ് fired by the soldiers and hundreds of demonstrators were massacred. മാർച്ചിനെതിരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100 കണക്കിന് വിപ്ലവകാരികൾ മരണപ്പെടുകയും ചെയ്തു. ദിസ് ഈവന്റ് ഈസ് നോൺ ആസ് ദ ബ്ലഡി സൺഡേ. ഈ സംഭവത്തെ അറിയപ്പെടുന്നത് രക്തരൂക്ഷിത ഞായർ എന്ന് അറിയപ്പെടുന്നു. ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നു. ഈ സംഭവം നടന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കാൾഡ് ദ സോവിയറ്റ്സ് were formed all over Russia to conduct strikes. ഈ തൊഴിലാളികൾ റഷ്യയിലാകമാനം സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന തൊഴിലാളികളുടെ സംഘങ്ങൾക്ക് രൂപം കൊടുത്തു. When the strikes gained massive strength, the emperor was compelled to form a legislative assembly called Duma. അപ്പോൾ ഇവരുടെ സമരം ശക്തമായതോടുകൂടി ചക്രവർത്തി ഡ്യൂമ എന്ന പേരിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിക്കുന്നതിന് നിർബന്ധിതനായി. Ignoring the protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War that started in 1914. ഡ്യൂമയുടെ പ്രതിഷേധം വകവയ്ക്കാതെ സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി തീരുമാനിച്ചു. 1914 ഒന്നാമത്തെ വിപ്ലവത്തിൽ പങ്കാളിയാകുന്നതിന് തീരുമാനിച്ചു. A lot of Russian soldiers were killed in this war. നിരവധി റഷ്യൻ പട്ടാളക്കാർ ഈ വിപ്ലവത്തിൽ മരണമടഞ്ഞു. ഫുഡ് ഷോർട്ടേജ് became severe by 1917. 1917 ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. Thousands of women marched along the streets of Petrograd on 8th March 1917 demanding for bread. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 1916 ആയിരക്കണക്കിന് വനിതകൾ, സ്ത്രീകൾ പെട്രോഗ്രാഡിലേക്ക് മാർച്ച് നടത്തി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡിൽ തൊഴിലാളികളും ചക്രവർത്തിക്കെതിരെ സംഘടിച്ചു. ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. അതായത് ഈ പട്ടാളക്കാരും വർക്കേഴ്സും ഭരണത്തിനെതിരെ തിരിയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റ ദുരവസ്ഥയായിരുന്നു. The workers captured Petrograd and Nicholas II was thrown out of power. തൊഴിലാളികൾ പെട്രോഗ്രാഡ് പിടിച്ചെടുക്കുകയും നിക്കോളാസ് II അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. എ പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി, ദ മെൻഷെവിക് ലീഡർ. മെൻഷെവിക് നേതാവായിരുന്ന അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സിൻസ് ദ റഷ്യൻ കലണ്ടർ was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. റഷ്യൻ കലണ്ടർ ഇന്റർനാഷണൽ കലണ്ടറിൽ നിന്നും ചില ദിവസങ്ങൾ പുറകിലായതിനാൽ മാർച്ചിൽ നടന്ന ഈ സംഭവത്തെ ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫെബ്രുവരി റവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി റവല്യൂഷനിലാണ് നിക്കോളാസ് II അധികാരം നഷ്ടപ്പെടുകയും അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു റഷ്യയിൽ. റഷ്യയിലെ വിപ്ലവത്തിന് 2 പാർട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വിപ്ലവത്തെ അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നും രണ്ടാമത്തെ പാർട്ടിനെ അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്നാണ്. ഒന്നാമത്തെ
വിപ്ലവമായ ഫെബ്രുവരി വിപ്ലവത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. ആ പ്രൊവിഷണൽ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു. മെൻഷവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു ഒന്നാമത്തെ പ്രൊവിഷണൽ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ സോവിയറ്റുകളിലെ ഒരു വിഭാഗം ഈ താൽക്കാലിക ഗവൺമെന്റ് മെൻഷവിക്കുകളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഈ താൽക്കാലിക ഗവൺമെന്റിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആ സമയത്ത് സ്വിറ്റ്സർലൻഡിലായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലേക്ക് തിരികെ വരികയും ഈ താൽക്കാലിക ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു: മൊത്തം അധികാരം അല്ലെങ്കിൽ റഷ്യയുടെ പൂർണ്ണ അധികാരം സോവിയറ്റുകളുടെ കൈകളിൽ നൽകണം, അല്ലെങ്കിൽ സോവിയറ്റുകൾക്ക് നൽകണം എന്നുള്ളതായിരുന്നു ലെനിൻ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത്. ദ ബോൾഷെവിക് പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ്, അല്ലെങ്കിൽ ബോൾഷെവിക്കുകൾ ലെനിന്റെ നേതൃത്വത്തിൽ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തൊക്കെയായിരുന്നു ആ ആവശ്യങ്ങൾ? അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും റഷ്യ പിന്മാറണം. രണ്ടാമത്തത്, സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കുകയും അത് കർഷകർക്ക് നൽകുകയും വേണം. മൂന്നാമത്തത്, മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറികളെ പൊതുസ്വത്താക്കി മാറ്റണം. ഈ ആവശ്യങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. ഇൻ ഒക്ടോബർ 1970 ബോൾഷെവിക്സ് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റെബല്യൻ അഗെയിൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ വിപ്ലവം പ്രഖ്യാപിച്ചു. കെറൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോൾഷെവിക്സ്. കെറൻസ്കി രാജ്യം വിടുകയും അങ്ങനെ റഷ്യ ബോൾഷെവിക്കുകളുടെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തു. ദിസ് ഈവന്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ദ ഒക്ടോബർ റവല്യൂഷൻ. ഇങ്ങനെ ബോൾഷെവിക്കുകൾക്ക് അധികാരം കിട്ടിയ, താൽക്കാലിക ഗവൺമെന്റിനെ പുറത്താക്കിക്കൊണ്ട് ബോൾഷെവിക്കുകൾക്ക് അധികാരം കിട്ടിയ ഈ സംഭവത്തെ ഒക്ടോബർ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഫെബ്രുവരി റവല്യൂഷനിലൂടെ സംഭവിച്ചത് എന്തായിരുന്നു? അധികാരം മെൻഷെവിക്കുകൾക്ക് കിട്ടി, അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിൽ വന്നു. എന്നാൽ അലക്സാണ്ടർ കെറൻസ്കിക്ക് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ ലെനിൻ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ജനങ്ങൾ മെൻഷെവിക് ഗവൺമെന്റിനെതിരെ തിരികുകയും ചെയ്തു. അങ്ങനെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ ഈ താൽക്കാലിക ഗവൺമെന്റിനെതിരെ, പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ വിപ്ലവം സംഘടിപ്പിച്ചു. തുടർന്ന് അലക്സാണ്ടർ കെറൻസ്കി രാജ്യം വിടുകയും അധികാരം ബോൾഷെവിക്കുകളുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ സംഭവത്തെ ഒക്ടോബർ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? എന്തൊക്കെയായിരുന്നു റഷ്യൻ റവല്യൂഷന്റെ ഫലങ്ങൾ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുകയാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ. 1. റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. സെക്കൻഡ് വൺ, സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. ഭൂമി പിടിച്ചെടുക്കുകയും അത് കർഷകർക്ക് നൽകുകയും ചെയ്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി നടപ്പിൽ വരുത്തി. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കണോമി. ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. 1924 റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ ദ കൺസോളിഡേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. നിരവധി വ്യത്യസ്തമായ സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ ചേർത്തുകൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നിലവിൽ വന്നു, അല്ലെങ്കിൽ USSR നിലവിൽ വന്നു. നേരത്തെ നമ്മൾ പഠിച്ചു, റഷ്യയിൽ നിരവധി സോവിയറ്റുകൾ രൂപീകരിച്ചു. അതായത് അന്നത്തെ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങൾ സംഘടിപ്പിക്കുന്നതിന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘങ്ങളാണ് സോവിയറ്റുകൾ. അപ്പോൾ റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം റഷ്യയിൽ ലെനിൻ അധികാരത്തിൽ വരുമ്പോൾ നിരവധി സോവിയറ്റുകളായിരുന്നു റഷ്യ. ഈ നിരവധി സോവിയറ്റുകളെല്ലാം ചേർത്തുകൊണ്ട്, എല്ലാ സോവിയറ്റുകളെയും ചേർത്തുകൊണ്ട് റഷ്യയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റി. അങ്ങനെ USSR അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നിലവിൽ വന്നു. അടുത്ത പോയിന്റ്, സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്.
ലോകത്താകമാനം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നിലവിൽ വന്നു. ഇതെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ. ഒരിക്കൽ കൂടി പറയാം, റഷ്യ വിത്ഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. 2 സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. ഭൂമി പിടിച്ചെടുക്കുകയും കർഷകർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതു മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി നടപ്പിലാക്കി. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇക്കണോമി. ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1924. പുതിയ ഭരണഘടന 1924 നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്. നിരവധി സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ചേർത്തുകൊണ്ട് USSR നിലവിൽ വന്നു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. ലോകത്താകമാനം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇവയെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ, അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവം രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തെ പാർട്ടിൽ അറിയപ്പെടുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ്. ഫെബ്രുവരി റവല്യൂഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് നിലവിൽ വന്നു. അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ പ്രൊവിഷണൽ ഗവൺമെന്റ് നിലവിൽ വന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പ്രൊവിഷണൽ ഗവൺമെന്റിൽ, താൽക്കാലിക ഗവൺമെന്റിൽ ജനങ്ങൾ തൃപ്തരായിരുന്നില്ല. കാരണം അവർ അധികാരത്തിൽ വരുന്നതിന് മുൻപേ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും നടപ്പിലാക്കുന്നതിന് ഈ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സാധിച്ചില്ല. സോ എന്ത് സംഭവിച്ചു? അവിടെ ജനങ്ങൾ അതൃപ്തരാവുകയും സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ റഷ്യയിലേക്ക് തിരികെ വരികയും ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ ഈ താൽക്കാലിക ഗവൺമെന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. ഒടുവിൽ 1917 ഒക്ടോബറിൽ റഷ്യയിൽ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റിനെതിരെ വിപ്ലവം സംഘടിപ്പിക്കുകയും അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിൽ നിന്ന് പുറത്തുപോയി ലെനിന്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. അതിന്റെ റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അതിന്റെ ഫലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇതാണ് റഷ്യൻ റവല്യൂഷൻ. അടുത്തതായി നമുക്ക് ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ചൈനീസ് വിപ്ലവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം തന്നെ ചൈന ഭരിച്ചിരുന്ന മാഞ്ചു രാജവംശത്തിനെതിരെയും അതോടൊപ്പം തന്നെ വിദേശ ശക്തികളുടെ ആധിപത്യത്തിനെതിരെയുമായിരുന്നു. അങ്ങനെ ഒരേ സമയം തന്നെ രണ്ട് സിസ്റ്റത്തിനെതിരെ, രണ്ട് സമ്പ്രദായങ്ങൾക്കെതിരെയാണ് ചൈനയിലെ ജനങ്ങൾ വിപ്ലവം സംഘടിപ്പിച്ചത്. ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഒപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരവും മറ്റൊന്ന് ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം. എന്താണ് ഒപ്പിയം ട്രേഡ് എന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കില്ല എങ്കിലും നമുക്കത് അറിഞ്ഞിരിക്കാം. ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തേൺ വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ആൾ ഓവർ യൂറോപ്പ്. യൂറോപ്പിലാകമാനം വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്ന ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ചൈനീസ് സിൽക്ക്, ടീ, അതുപോലെ മൺപാത്രങ്ങൾ. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. ഇതിന്റെ എക്സ്പോർട്ടിലൂടെ, കയറ്റുമതിയിലൂടെ ചൈന വളരെയധികം ലാഭം കൊയ്തിരുന്നു. There was nothing to import to China from Europe. എന്നാൽ യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഒന്നും ഇറക്കുമതി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. As a result, the European traders suffered a great loss. അതിലൂടെ യൂറോപ്യൻ കച്ചവടക്കാർക്ക് വളരെയധികം, യൂറോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ യൂറോപ്യൻ കച്ചവടക്കാർക്ക് വളരെയധികം നഷ്ടം സംഭവിച്ചു. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ഈ ലോസിന്റെ പരിഹാരമായിട്ട് ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഓപ്പിയം ആൻഡ് ഇൻടോക്സിക്കന്റ് ടു ചൈന. അതായത് ഒപ്പിയം എന്ന് പറയുന്ന, കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥം അമിതമായി ചൈനയിലേക്ക് കടത്തുവാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ ശ്രമിച്ചു. ദിസ് അഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസപ്ഷൻ മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ മെന്റലി ഇംബാലൻസ്ഡ്. ഇത് ചൈനയിലെ യുവാക്കളെ ആകമാനം, ചൈനയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥയെ ഇത് ഉപയോഗിച്ച അതായത് ഈ കറുപ്പ് ഉപയോഗിച്ച് ജനങ്ങളുടെ മാനസികാവസ്ഥ തന്നെ വളരെ മോശമാവുകയും ചൈനയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഇറ്റ് റിസൾട്ടഡ് ഇൻ ഇക്കണോമിക് ആൻഡ് മെന്റൽ സബ്ജുഗേഷൻ ഓഫ് ദ ചൈനീസ്. ഇത് ചൈനയെ സാമ്പത്തികമായും മാനസികമായും ചൈനയെ തകർക്കുന്നതിന് ഇത് കാരണമായി. ഇതൊരു കാരണം. രണ്ടാമത്തെ ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി എന്താണെന്ന് നോക്കുക. ബൈ ദ എൻഡ് ഓഫ് ദ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ 19th century, several European countries acquired trade privileges in China. അതായത് 19th century അവസാനമായപ്പോൾ ചൈനയിൽ ചില രാജ്യങ്ങൾ, ചില യൂറോപ്യന്മാർ വ്യാപാര ആനുകൂല്യങ്ങൾ നേടി. അമേരിക്ക could not acquire the privilege
as it was not concerned about China at that time. അതേസമയം ആ സമയത്ത് അമേരിക്കയ്ക്ക് ആ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആധിപത്യം നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ടു അക്വയർ ദ പ്രിവിലേജ്, ഈ പ്രിവിലേജ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൈനയിലെ വ്യാപാര ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ജോൺ ഹേ, ദ then സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദ USA, proclaimed the open door policy. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ USA-യിൽ ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചു. ആസ് പെർ ദിസ് പോളിസി, ഈ പോളിസി അനുസരിച്ച്, നയമനുസരിച്ച് അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. അതായത് അമേരിക്ക വാദിച്ചത് ഇതായിരുന്നു, ചൈനയിലെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും പരിഗണന, തുല്യ അവസരം വേണമെന്നുള്ളതായിരുന്നു. ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻസ് ടു ദ കൺട്രോൾഡ് ബൈ വേരിയസ് കൺട്രീസ്. അങ്ങനെ വിവിധ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന വിവിധ ഭാഗങ്ങളായിട്ട് ചൈന വിഭജിക്കപ്പെട്ടു, വെട്ടിമുറിക്കപ്പെട്ടു. ദ എയിം ഓഫ് ദിസ് പോളിസി വാസ് ടു ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ USA ടു ഇന്റർഫിയർ ഇൻ ചൈന. ഇതിലൂടെ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ രണ്ട് നയങ്ങളും ചൈനീസ് വിപ്ലവത്തിന് കാരണമായി. ചൈന ഭരിച്ചിരുന്ന മാഞ്ചു രാജവംശം, ഈ മാഞ്ചു രാജവംശം വളരെ ജനദ്രോഹകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, ഇവർ വിദേശ ശക്തികൾക്ക് കീഴ്പ്പെട്ടാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഈ മാഞ്ചു ഡൈനാസ്റ്റി വിദേശ ആധിപത്യത്തിനെ അംഗീകരിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിനെതിരെ ചില സീക്രട്ട് ഏജൻസീസ്, ചില രഹസ്യ സംഘടനകൾ ചൈനയിൽ പ്രവർത്തിച്ചിരുന്നു. ഓക്കെ, ദ മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫറൻസ് ആൻഡ് ഡോമിനേഷൻ. മാഞ്ചു ഡൈനാസ്റ്റി വിദേശ ശക്തികളുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ആധിപത്യത്തെയും അംഗീകരിച്ചിരുന്നു. സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 1900. 1900-ൽ ചില രഹസ്യ സംഘടനകൾ ചൈനയിൽ ഇതിനെതിരെ റിവോൾട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെതിരെ വിപ്ലവം സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ കലാപം സംഘടിപ്പിച്ചു. The emblem of these organizations was the boxer's fist. അതായത് ഈ സംഘടനകളുടെ, ഈ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനകളുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ബോക്സർ റെബല്യൻ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്നറിയപ്പെട്ടു? ബോക്സർ റെബല്യൻ എന്ന് അറിയപ്പെട്ടു. അപ്പൊ ചൈനയിലെ മാഞ്ചു രാജവംശം എന്ന് പറയുന്നത് വിദേശ ശക്തികൾക്ക് അടിപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തെ അംഗീകരിച്ചിരുന്നു, അവരുടെ ഇടപെടലിനെയും അംഗീകരിച്ചിരുന്നു. ഇതിനെതിരെ ചൈനയിൽ ചില സീക്രട്ട് ഓർഗനൈസേഷൻസ് പ്രവർത്തിച്ചു. ആ സീക്രട്ട് ഓർഗനൈസേഷൻസിന്റെ, അല്ലെങ്കിൽ ആ റവല്യൂഷൻ ഓർഗനൈസേഷൻസിന്റെ സിംബൽ എന്ന് പറയുന്നത് ബോക്സേഴ്സ് റിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ ചിഹ്നം. സോ ദിസ് റെബല്യൻ ഈസ് നോൺ ആസ് ബോക്സർ റെബല്യൻ. അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ, അല്ലെങ്കിൽ ഈ വിപ്ലവത്തെ എന്തെന്നറിയപ്പെട്ടു? ബോക്സർ റെബല്യൻ എന്നറിയപ്പെട്ടു, അല്ലെങ്കിൽ ബോക്സർ കലാപം എന്നാണ് അറിയപ്പെട്ടത്. Though this rebellion was a failure, it stimulated the revolutions that came up later. ഈ വിപ്ലവം ഒരു പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് വന്ന പല വിപ്ലവങ്ങളെയും, അല്ലെങ്കിൽ പിന്നീട് വന്ന പല കലാപങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇത്. അപ്പോൾ വിദേശ ശക്തികൾക്കെതിരെ നടന്ന ചൈനയിൽ നടന്ന ആദ്യത്തെ ഒരു കലാപമായിട്ട് നമുക്ക് ബോക്സർ കലാപത്തെ വിലയിരുത്താം. 1900-ലാണ് ഈ ബോക്സർ കലാപം നടക്കുന്നത്. ഇത് ഒരു പരാജയമായിരുന്നു, പക്ഷെ പിന്നീട് വന്ന വിപ്ലവങ്ങൾക്ക് ഇതൊരു പ്രചോദനം ആയിരുന്നു. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen. 1911 ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കലാപം ചൈനയിൽ അരങ്ങേറി. In 1911, another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. മാഞ്ചു ഭരണത്തിനെതിരെയായിരുന്നു സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ അവിടെ 1911 കലാപം നടന്നത്. This ended monarchy in China. ഈ 1911 നടന്ന ഡോക്ടർ സൺ യാറ്റ്-സെന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അവിടെ മൊണാർക്കി അവസാനിക്കുന്നതിന്, അല്ലെങ്കിൽ രാജഭരണം ചൈനയിൽ അവസാനിപ്പിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. ആഫ്റ്റർ ദ റവല്യൂഷൻ, കുമിങ്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ സതേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്-സെൻ. ഈ വിപ്ലവത്തിന് ശേഷം കുമിങ്താങ് പാർട്ടി ഒരു ഗവൺമെന്റിന് രൂപം കൊടുത്തു. ചൈനയിൽ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് രൂപം കൊടുത്തു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്-സെൻ. അപ്പോൾ ഈ 1911 വിപ്ലവം ചൈനയിൽ അരങ്ങേറിയത് മാഞ്ചു രാജഭരണത്തിന് എതിരെയായിരുന്നു. ഈ വിപ്ലവത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ മാഞ്ചു ഭരണം അവസാനിച്ചു, അല്ലെങ്കിൽ രാജഭരണം അവിടെ അവസാനിച്ചു. തുടർന്ന് കുമിങ്താങ് പാർട്ടിയുടെ, ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി.
ഈ കുമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിതമായി ചൈനയിൽ. ഹി ഗാവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണാലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ സൺ യാറ്റ്സൻ ചില ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത ആശയങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിച്ച ആശയങ്ങളായിരുന്നു നാഷണാലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഈ 3 ആശയങ്ങൾക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയത്. ചൈനയുടെ അധികാരത്തിൽ എത്തിയ ഡോക്ടർ സൺ യാറ്റ്സൻ ചില നടപടികൾ അദ്ദേഹം കൈക്കൊണ്ടു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിദേശ ശക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു പുനഃപരിശോധന കൈക്കൊണ്ടു. He decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with the western countries. ഒന്നാമതായിട്ട് അദ്ദേഹം കൈക്കൊണ്ട കാര്യം എന്ന് പറയുന്നത് വിദേശ ശക്തികളുമായിട്ട് ഉണ്ടായിരുന്ന ഉടമ്പടികൾ, അതായത് നീതിപൂർവകമല്ലാത്ത ഉടമ്പടികൾ, ആ ഉടമ്പടികൾ പുനഃപരിശോധിക്കുകയും വിദേശ രാജ്യങ്ങളോട് തുല്യത പാലിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. And the Kuomintang Republic adopted measures for the progress of agriculture and industry. അതുപോലെ തന്നെ ഈ കുമിങ്താങ് ഗവൺമെന്റ്, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കുമിങ്താങ് ഗവൺമെന്റ് വ്യാവസായിക കാർഷിക പുരോഗതിക്ക് വേണ്ടുന്ന നടപടികൾ കൈക്കൊണ്ടു. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. ചൈനയ്ക്ക് ഈ അവരുടെ പുരോഗതി പ്രവർത്തനങ്ങൾ, ഡെവലപ്മെന്റ്സ് ആക്ടിവിറ്റീസിലെല്ലാം തന്നെ റഷ്യയുടെ സഹായം അവർക്കുണ്ടായിരുന്നു. താമസിയാതെ തന്നെ ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. In the beginning, the Kuomintang and the Communist cooperated with each other. തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റുകളും കുമിങ്താങ് പാർട്ടിയും വളരെ സഹകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ but this cooperation was disturbed when Chiang Kai-shek became the head of the republic following the death of Dr. Sun Yat-sen. എന്നാൽ ഡോക്ടർ സൺ യാറ്റ്സന്റെ മരണത്തെ തുടർന്ന് കുമിങ്താങ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ചൈനീസ് ഭരണത്തിന്റെയും തലപ്പത്ത് ചിയാങ് കൈഷക് എത്തിയതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ കുമിങ്താങ് പാർട്ടിയും തമ്മിലുള്ള സഹകരണം അവിടെ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ചൈനീസ് വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത്. ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബോക്സർ റെബല്യൻ, 1900 ബോക്സർ റെബല്യനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ 1911 നടന്ന വിപ്ലവത്തെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചൈന ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക് ആയത് എങ്ങനെ എന്നതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ചിയാങ് കൈഷക് ascertained military autocracy in China. He gave opportunity for foreign powers including America to freely interfere in China and did not cooperate with the communists. നോക്കിക്കോളൂ, ചിയാങ് കൈഷക് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ചൈനയിൽ മിലിറ്ററി ഭരണം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് സൈനിക ഭരണം കൊണ്ടുവന്നു ചൈനയിൽ. കൂടാതെ വിദേശ ശക്തികൾക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം പ്രവർത്തിക്കുന്നതിനും എല്ലാ മേഖലകളിലും ഇടപെടുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. അതേസമയം തന്നെ ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായതും ഇല്ല. Coal and iron industries, banking and foreign trade were all controlled by foreign countries. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. പ്രധാനമായും കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, അതായത് കൽക്കരി വ്യവസായവും അതുപോലെ ഇരുമ്പ് വ്യവസായവും, ബാങ്കിങ്, ഫോറിൻ ട്രേഡ് തുടങ്ങി ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ വിദേശ ശക്തികൾക്ക് ഇടപെടുന്നതിനുള്ള അവസരം ചിയാങ് കൈഷക് ഒരുക്കി കൊടുത്തു. The communists protested against the policy of Chiang Kai-shek. They were brutally suppressed. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ചിയാങ് കൈഷകിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്തു. എന്നാൽ ഇവരെ വളരെ ബ്രൂട്ടലായിട്ട്, ക്രൂരമായി അടിച്ചമർത്തുകയാണ് ചെയ്തത്. ബ്രൂട്ടലി സപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായി ഈ കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുകയാണ് ചിയാങ് കൈഷക് ചെയ്തത്. At that time, Mao Zedong rose to the leadership of the Communist Party. In 1934, under the leadership of Mao Zedong, a journey started from Jiangxi in South China. ഈ സമയത്താണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് മാവോ സേതുങ് വരുന്നത്. അദ്ദേഹം 1934 ചൈനയിലെ കിയാങ്സിയിൽ നിന്നും ഒരു മാർച്ച് സംഘടിപ്പിച്ചു. The adventurous trip ended at Yan'an in northwestern China. ഈ സാഹസികമായ യാത്ര അവസാനിച്ചത് നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യനാനിൽ അവസാനിച്ചു.
Throughout the journey, they seized out agricultural land and villages from lords and distributed them among the farmers. ഈ യാത്രയിൽ 1934 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കിയാങ്സിയിൽ നിന്നും ആരംഭിച്ച യാത്ര, സാഹസികമായ യാത്ര യെനാനിൽ അവസാനിച്ചു. ഈ യാത്രയിലുടനീളം അവർ ഭൂമികൾ പിടിച്ചെടുക്കുകയും ഭൂപ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമികൾ പിടിച്ചെടുക്കുകയും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. The journey covered around 12,000 kilometers, so it is known as the long march. ഈ യാത്ര 12,000 കിലോമീറ്റർ ആണ് ഈ യാത്ര അല്ലെങ്കിൽ ഇവരുടെ ഈ മാർച്ച് സഞ്ചരിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാവോ സേതുങ് 1934 ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കിയാങ്സിയിൽ നിന്നും യാത്ര തിരിച്ച മാർച്ച് യെനാനിൽ അവസാനിക്കുമ്പോൾ 12,000 കിലോമീറ്ററുകൾ പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 12,000 കിലോമീറ്റർ നീളുന്ന ഈ യാത്രക്കിടയിൽ അവർ ഭൂപ്രഭുക്കന്മാരിൽ നിന്നും വില്ലേജുകളും ഭൂമിയും പിടിച്ചെടുക്കുകയും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. Hence Mao Zedong and the Communist Party became the symbol of struggle of the Chinese against foreign power. അങ്ങനെ മാവോ സേതുങ്ങും അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിദേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ സിംബലായി മാറി. ചൈനക്കാരുടെ വിദേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ സിംബലായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ മാവോ സേതുങ്ങും മാറി. Chiang Kai-shek had to seek political asylum in Taiwan. Chiang Kai-shek had to seek political asylum in Taiwan when the Red Army of Mao Zedong captured the center of Kuomintang rule. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിങ്താങ് ഭരണകേന്ദ്രം പിടിച്ചെടുത്തതോടുകൂടി ചിയാങ് കൈഷേക്ക് തൈവാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി. പൊളിറ്റിക്കൽ ഔസിലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അഭയം തേടി. ചൈന became the People's Republic of China. അങ്ങനെ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറി. അത് എപ്പോഴായിരുന്നു? on 1st October 1949 under the leadership of Mao Zedong. അങ്ങനെ 1949 ഒക്ടോബർ 1 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഇതോടുകൂടി ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു ദുരന്തകാലം അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ചൈനീസ് വിപ്ലവത്തിന്റെ ഫലമായിട്ട് 1949 ചൈന ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത്. 1949 ഒക്ടോബർ 1 ആ ചൈനീസ് ഗവൺമെന്റിന്റെ തലപ്പത്ത് മാവോ സേതുങ് എത്തുകയും ചെയ്തു. ഇതാണ് ചൈനീസ് വിപ്ലവം. അപ്പോൾ പ്രധാനമായും ചൈനീസ് വിപ്ലവത്തിൽ നമ്മൾ പഠിച്ച 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ബോക്സർ കലാപമായിരുന്നു, ബോക്സർ റെബല്യൻ ആയിരുന്നു 1900. രണ്ടാമത്തത് ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിലുള്ള 1911 കലാപം. മൂന്നാമത്തത് ഈ 1949 അവസാനിച്ച മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിച്ചത് 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമത് നമ്മൾ പഠിച്ചു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചു ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ പഠിച്ചു, റഷ്യൻ റവല്യൂഷൻ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ചൈനീസ് റവല്യൂഷൻ ആണ്. താങ്ക് യു. നിങ്ങളുടെ പഠനാനുഭവത്തെ സഹായിച്ച ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം. കൂടുതൽ നല്ല വീഡിയോകളും ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.